ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. വളരെ കുറച്ച് 2-3 സിനിമകളുടെ അപ്ഡേറ്റുകൾ മാത്രമാണ് പറയാനുള്ളത്. സോ നേരെ നമുക്ക് അപ്ഡേറ്റിലേക്ക് പറയാം. ആദ്യം തന്നെ നരിവേട്ട എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ടൊവിനോ തോമസ് നായകനായിട്ട് വരുന്ന സിനിമ. ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയുള്ള സിനിമയാണ്. ഒന്ന് ഇതിന്റെ ഷൂട്ട് മുഴുവനായിട്ട് റാപ്പ് ചെയ്ത സമയത്ത്, അതായത് പാക്കപ്പ് ആയ സമയത്ത് പുള്ളിക്കാരൻ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു. അതായത് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് മാത്രമല്ല, അതിൽ വളരെയധികം എന്താ പറയുക, ചർച്ച വരാൻ സാധ്യതയുള്ള, സമൂഹം ഭയങ്കരമായിട്ട് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്ന അത്തരത്തിലൊരു കഥാപാത്രമാണ്. നടന്നിട്ടുള്ള പല കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട് വരുന്ന ഒരു ഗംഭീര സിനിമയാണെന്ന രീതിയിലൊക്കെ സംസാരം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. സത്യം പറയാലോ, കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ടൊവിനോയുടെ ക്യാരക്ടർ ഈ കണ്ണിൽ മറ്റേ എന്തോ മഷിയും കരിയൊക്കെ തേച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ലുക്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. പോലീസ് കഥാപാത്രം അതിന്റെ തൊട്ട് ബേക്കില് കണ്ടില്ല, അത് എന്താ പറയുക, എന്തിനാ ഉദ്ദേശം എനിക്കറിയില്ല. മറ്റേ കാളിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തോ സംഭവം പോലെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഏതാണ് രൂപം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ദയവായി കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എന്നിട്ട് പിറകിൽ എന്തോ ഉത്സവം നടക്കുന്നതിന്റെ പോലത്തെ കുറെ ഒരു സംഭവം, ഒരു ഒരു വല്ലാത്ത വൈബോടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നരിവേട്ട എന്ന് പറഞ്ഞാൽ വേട്ടയാടാൻ തുനിഞ്ഞിറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള കുറച്ച് സംഭവമായിട്ട് കാണിച്ചില്ല. ഒരു ഹണ്ടർ എന്ന രീതിയിൽ തോന്നിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ വേട്ടയാടാൻ പോകുമ്പോൾ ഉള്ളൊരു ലുക്ക് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു സാധനം, അത് ഈ വേട്ടയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രൂപം തന്നെയാണ് ബേക്കിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നരിവേട്ട എഴുതിയിട്ടുണ്ട്. ഗംഭീര പോസ്റ്റർ, ഗംഭീര പോസ്റ്റർ. ഇനി താഴെ എഴുതിയിട്ടുള്ളത് അതിന് പ്രാധാന്യം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. എയ്തർ ബി എ ഹണ്ടർ ഓർ ബി ദ ഹണ്ടഡ്. ഒന്നെങ്കിൽ വേട്ടക്കാരനാവുക, അല്ലെങ്കിൽ ഇരയാവുക, അല്ലേ? അല്ലെങ്കിൽ വേട്ടക്ക് നിന്ന് കൊടുക്കുക. ദ ചോയ്സ് ഈസ് യുവേഴ്സ് ആൻഡ് ഹിയർ ദ ഹണ്ട് ബിഗിൻസ്. പ്രസന്റ് ഇൻ ദ ഫസ്റ്റ് ലുക്ക് ഓഫ് നരിവേട്ട. ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓൺ ദിസ് സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൊവിനോയുടെ ബർത്ത്ഡേ ആണ്. ഓഫ്കോഴ്സ് അതിന്റെ ആദ്യം നമ്മുടെ എമ്പുരാനിലെ ഒരു പോസ്റ്റർ അവർ തന്നിട്ടുണ്ടായിരുന്നു, ജതിൻ രാംദാസ്. അതും പൊളിയായിരുന്നു. അതിൽ ഇതെനിക്ക് ഭയങ്കര ഗംഭീരമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പോസ്റ്ററാണ് തോന്നിയത്. ഇനി ജതിൻ രാംദാസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ആ വീഡിയോ നമ്മൾ ഇട്ട മുമ്പ്, അതല്ല അതിന് മുമ്പ് ഇതിന്റെ ടീസർ വരും എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് സൂപ്പർ കമന്റ് ആണ്. കമന്റ് ഇങ്ങനെയാണ്, അതായത് ടൈം പോസ് ചെയ്തിരിക്കുന്നത്, അത് വൃത്തിയിട്ട സാധനം ഞാൻ സൈഡിൽ കൊടുക്കാം. അതിൽ ടൈം പോസ് ചെയ്തിരിക്കുന്നത് 21 സെക്കൻഡിലാണ്. മൊത്തം ടൈം 2:10, അത് 2 മിനിറ്റ് 10 സെക്കൻഡ്. അതിലും ഒരു 21 ഉണ്ട്. ആൻഡ് 21 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിലെ അവർ എ സി ഇട്ടിട്ടുള്ള കാറിലെ ഇത് കൊടുത്തിട്ടുള്ളത്, ഡിഗ്രി കൊടുത്തിട്ടുള്ളത് 21 ഡിഗ്രി. എല്ലാം ഒരു 21 മയം. സോ അത് നമ്മൾ ട്രെയിൻ ടൈമിലേക്ക്, അതായത് മറ്റേ 24 അവേഴ്സിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ 9 ആണ് വരുന്നത്, 9. അപ്പൊ ഇന്ന് 9 മണിക്ക് ഈ സംഗതി വരുമോ, ടീസർ വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്താണ്. പക്ഷെ അതിന്റെ ചാൻസ് ഒരു 1% മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇത് ഇടുമ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയില്ല. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും സാധനം വന്നിട്ടുണ്ടാവില്ല. ഇനി അതാ വരെ നമ്മൾ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം. പക്ഷെ അങ്ങനെ സാധ്യതയില്ല. ഈ റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ 26th എന്ന് പറയുന്നത് 25th ആണോ 6th ആണോ എന്ന് അറിയില്ല കറക്റ്റ് ആയിട്ട്. അവരുടെ 26 തന്നെയാണ് തോന്നുന്നു. ആശീർവാദ് സിനിമാസിന്റെ ആദ്യമായിട്ട് ആദ്യത്തെ പടം അവര് ഇറക്കിയും, അല്ലെങ്കിൽ ആശീർവാദ് സിനിമ പ്രൊഡക്ഷൻ കമ്പനി ലോഞ്ച് ചെയ്ത ഡേ ആണ്. സോ 25th ഒരു അനൗൺസ്മെന്റ് എന്തെങ്കിലും തന്നിട്ട് 26th സിനിമ ടീസർ അവർ പുറത്തു വിടാനാണ് സാധ്യത. അതിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. കാരണം അവരുടെ ഏറ്റവും വലിയ സിനിമയാണ് ലൂസിഫർ, അവരുടെ ഏറ്റവും വലിയ സിനിമയാകാൻ പോകുന്ന സിനിമയാണ് എമ്പുരാൻ. അപ്പോൾ എന്തായാലും അതിനാണ് സാധ്യത ഉള്ളൂ. എന്തായാലും ഈ കമന്റ് അപ്രീഷിയറ്റബിൾ ആണ്, നല്ല രീതിയിലൊരു കണ്ടെത്തലാണ്, കൊള്ളാം. പക്ഷെ അല്പം കടന്നു പോയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല, കണ്ടറിയാം. അടുത്തത് ഓഫ് കോഴ്സ് നമ്മുടെ ഡൊമിനിക്കിനെ കുറിച്ചാണ് അടുത്തത് പറയാനുള്ളത്. ഈ അപ്ഡേറ്റും കൂടി ഇതിനാകുള്ളൂ. ഈ 3 കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന് എമ്പുരാനെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ നരിവേട്ട. ആൻഡ് ഡൊമിനിക്കിലേക്ക് വരികയാണെങ്കിൽ, ഡൊമിനിക്കിലെ ഈ രാത്രി എന്ന് പറഞ്ഞിട്ടുള്ള സോങ് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. കുറച്ച് സമയം മുമ്പ്, ഒരു അരമണിക്കൂറായിട്ടുള്ളൂ ഞാനിത് ചെയ്യുമ്പോൾ. ഇറങ്ങുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ടാവും. അതുപോലെ ഈ രാത്രി എന്ന് പറഞ്ഞാൽ ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട്. അതിന്റെ പോസ്റ്ററും തന്നിട്ടുണ്ട്. പോസ്റ്റർ നമുക്ക് ഇവിടെ വെക്കണം, പാട്ടേ വെക്കുന്നില്ല. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിസ്ക് എടുക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ നമുക്ക് ഡൊമിനിക്കിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോപ്പിറൈറ്റ് ഒരു മഹാസാഗരമാണ്. അതിന്റെ തീരത്തിരുന്ന് ചൂണ്ടയിടാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കോപ്പിറൈറ്റ് അങ്ങനെ കൊത്തിയ പണി കിട്ടും. എന്തായാലും ഈ പോസ്റ്റർ നമുക്ക് നല്ല ഭംഗിയുണ്ട്. ഇത്രയും വന്ന പോസ്റ്ററിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ലുക്കായിട്ട് എനിക്ക് തോന്നി. വെള്ളയൊക്കെ ഇട്ട് അടിപൊളി. അതല്ലാതെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു. അറിയാലോ, നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തു. ഡൊമിനിക്കിന്റെ എപ്പോൾ ചെയ്യുമ്പോഴും പറയാനുള്ളത് അവരുടെ പ്രസന്റേഷനിൽ ഒരു പ്രത്യേകതയാണ്. ഇവിടെയും ഡൊമിനിക്ക് ഇറങ്ങി വരുന്ന സ്റ്റെപ്പിൽ കുറേ എന്തൊക്കെയോ പേപ്പർ കട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് എല്ലാം മനസ്സിലാവുന്നില്ല. എന്നാലും എന്തോ പ്രതി, അതേപോലെ കരുതൽ, എന്തോ സംഭവം, ഓൺലൈൻ ചൂതാട്ടം, 27 വർഷത്തിന് ശേഷം എന്തോ സംഭവമായിട്ട് കൊലപാതക കേസിൽ
എന്തോ പ്രതിക്ക് എന്തോ സംഭവം, AI തട്ടിപ്പുകൾ, അങ്ങനെ ഏതൊക്കെയോ ശരിക്കും മനസ്സിലാത്ത രീതിയിൽ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ പറഞ്ഞിട്ട് തൊട്ട് താഴെ ഞങ്ങൾക്കും കൂടി ടിക്കറ്റ് എടുക്കണേ എന്നും പറഞ്ഞിട്ടുണ്ട്. പേടിഎം, ബുക്ക് മൈ ഷോ തുടങ്ങി കുറെ സംഭവങ്ങളുണ്ട്. എന്തായാലും 23-ാം തീയതി സിനിമ റിലീസിന് എത്തുകയാണ്. 9 മണിക്കും ഏറ്റവും ആദ്യത്തെ ഷോ 9 മണിക്കാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും 9 മണിക്ക് ഷോ ഇല്ല. നമുക്ക് എന്തായാലും 11 മണിക്കാണ്, അതിന് മുമ്പ് 9 മണിക്കുള്ള ഷോയിലേക്ക് മാറുമോ എന്നറിയില്ല. മാറിയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല. അതല്ലെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും 9 മണിക്ക് ഉണ്ടെങ്കിൽ അവിടെ പോകും. എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. ടിക്കറ്റ് കിട്ടും. ഫസ്റ്റ് ടൈം എന്തായാലും നമ്മൾ കാണും. അത് മറ്റൊരു കാര്യം. അഥവാ 9 മണി ആക്കിയാലോ വിചാരിച്ചിട്ടാണ് ഇപ്പൊ 11 മണിക്ക് ബുക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? അടുത്തത് പുള്ളിക്കാരൻ കുറച്ചു മുമ്പ് അല്ലെങ്കിൽ ഇന്നലെ എങ്ങാണ്ട് ഇട്ടിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ടീസറില് ട്രെയിലറിലൊക്കെ വന്നിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഈ അടി, അതിന് മുമ്പ് നിൽക്കുന്ന ആ ഒരു നൃത്തം. ഞാൻ ഇത് ഇവിടെ വെക്കാൻ കാരണം, ആ നിപ്പും ഭാഗം കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും 73 വയസ്സുണ്ട് എന്നൊക്കെ. ഒരു മനുഷ്യനും പറയില്ല. അമ്മരെ എനർജിയാണ് അതിൽ ഫീൽ ചെയ്യണത്. സോ അതും കൂടി ഞാൻ ഇവിടെ വെച്ചോന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കാണുന്ന സിനിമയാണ് ഡൊമിനിക്. മിക്സഡ് റിവ്യൂസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും ഇതിന്റെ ടീസറോ ട്രെയിലറോ ഒന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനെ മറ്റു സംഭവങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ഫ്ലോപ്പോ എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ എന്തോ എന്റെ പ്രതീക്ഷ ഇതൊരു ആവറേജ് എക്സ്പീരിയൻസ് എന്തായാലും തരും. ഒരു എബോ ആവറേജ് ഫീൽ എന്തായാലും ഉണ്ടാവും എന്നാണ്. അതിന്റെ മുകളിൽ വെച്ചിട്ടില്ല. അതിന്റെ മുകളിലേക്ക് വന്നാൽ അതൊരു എക്സ്ട്രാ ബോണസ് ആയിട്ട് ഞാൻ കാണുന്നു. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ആ പ്രതീക്ഷയിലാണ് പോകുന്നത്. ഫ്ലോപ്പ് ആവും എന്തായാലും വിചാരിക്കുന്നില്ല. അത്രയും മോശമായാൽ മാത്രമേ ഒരു നെഗറ്റീവ് നമുക്ക് പറയേണ്ട ആവശ്യം വരുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം. ആൻഡ് നരിവേട്ട വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ആ ലുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എമ്പുരാനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് 9 മണിക്ക് വരുമോ ഇല്ലയോ, 7:45 ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണാം.